ഹലോ ആസ്പിരൻസ്, നവോത്ഥാനം അതിലെ കറണ്ട് അഫേഴ്സ് പഠിച്ച് നമുക്ക് മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് പോകും മുമ്പ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് പോവുക. അപ്പോൾ വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്. നവോത്ഥാനം കറണ്ട് അഫേഴ്സാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. ഇന്നത്തെ ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ 100ാം ചരമവാർഷികമാണ് ആചരിച്ചത്? ഉത്തരം കുമാരനാശാനാണ്. കുമാരനാശാനെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. ഈ അടുത്ത PSC ചോദിച്ച ചോദ്യമാണ് കുമാരനാശാൻ അന്തരിച്ച വർഷം. അപ്പോൾ കുമാരനാശാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം ജനിച്ച വർഷം 1873 ഏപ്രിൽ 12 അദ്ദേഹം ജനിക്കുന്നത്. 1873 ഏപ്രിൽ 12 ജനിച്ച സ്ഥലം നമുക്കറിയാം, കായിക്കരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം, ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് വീണപൂവാണ്. വീണപൂവ്. കുമാരനാശാൻ്റെ ആദ്യ കൃതി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വീണപൂവാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കരുണയാണ്. കരുണയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കൃതി. ആദ്യ കൃതി വീണപൂവ്, അവസാനത്തെ കൃതി കരുണയാണ്. വീണപൂവ് ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന മാസിക ഏതാണ്? മിതവാദി. മിതവാദിയിലാണ് ആദ്യമായിട്ട് വീണപൂവ് അച്ചടിച്ച് വരുന്നത്. കുമാരനാശാൻ വീണപൂവ് എഴുതുന്നത് ജൈനമേട്ടിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം കുമാരു എന്നാണ്. ഇനി മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവിയാണ് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മലയാളത്തിലെ മഹാകവി എന്ന പദവി ലഭിച്ച ആളാണ് കുമാരനാശാൻ. കുമാരനാശാൻ ഈ മഹാകവി പദവി നൽകുന്നത് മദ്രാസ് സർവകലാശാലയാണ്. 1922 അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി നൽകുന്നത്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം കുമാരനാശാനാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ മലയാളിയും കുമാരനാശാനാണ്. ആശാനെ ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതി. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളൂടി നമുക്ക് പെട്ടെന്ന് പറയാം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. ഓക്കെ. കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ചോദിച്ചാൽ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിലാണ്. മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാൻ്റെ കൃതി ഏതാണ്? ചണ്ടാല ഭിക്ഷുകിയാണ്. ചണ്ടാല ഭിക്ഷുകിയിലാണ് മാതങ്കിയുടെ കഥ പറയുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന പ്രശസ്തമായ വരികൾ രചിച്ചത് കുമാരനാശാനാണ്. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതിയും കരുണയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ? ഓക്കെ. പലനാറ്റിലെ റെഡീമർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. 1924 ജനുവരി 16 അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 1924 ജനുവരി 16 അദ്ദേഹം മരിക്കുന്നത്. കുമാരനാശാൻ സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കൽ, തിരുവനന്തപുരത്ത് തോന്നയ്ക്കലാണ് കുമാരനാശാൻ സ്മാരകം. അദ്ദേഹം ജനിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കായിക്കരയാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം എവിടെയാണ്? തോന്നയ്ക്കലാണ്, തിരുവനന്തപുരത്ത്. ഓക്കെ. ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാലും കുമാരനാശാനാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടി പറഞ്ഞേക്കാം. ആശാൻ്റെ ആധ്യാത്മിക ഗുരു ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ആധ്യാത്മിക ഗുരു. എന്നാൽ സാഹിത്യ ഗുരു AR രാജരാജവർമ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം മംഗലത്ത് ശിവക്ഷേത്രം സ്ഥാപിക്കുന്നത് 1852 അദ്ദേഹമാണ് കായംകുളത്ത് അച്ചിപ്പുടവ സമരം നടത്തുന്നത്. അതുപോലെ തന്നെ 1860 പന്തളത്ത് മുക്കുത്തി സമരം നടത്തുന്നതും അദ്ദേഹമാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിൻ്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 1874 അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹം കൊല്ലപ്പെട്ടത് 1874. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം കഥകളി യോഗം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ആറാട്ടുപുഴയിൽ അദ്ദേഹം ഒരു സ്കൂളും ആരംഭിച്ചിരുന്നു. ആറാട്ടുപുഴയിൽ സ്കൂൾ ആരംഭിച്ചു. അതുപോലെ തന്നെ കഥകളി യോഗം സ്ഥാപിച്ചു. 1860 പന്തളത്ത് മുക്കുത്തി സമരം നടത്തുന്നു. കായംകുളത്ത് അച്ചിപ്പുടവ സമരം നടത്തുന്നു. 1852 മംഗലത്തെ ശിവക്ഷേത്രം സ്ഥാപിക്കുന്നു. ഇത്രയും പോയിന്റ്സ് എങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ PSC ബുള്ളറ്റിനിൽ അദ്ദേഹത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അതും വായിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ചോദ്യം നോക്കാം. 2024 മാർച്ചിൽ 100 വർഷം പിന്നിട്ട കേരള ചരിത്രത്തിലെ പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. എന്നാണ് നടക്കുന്നത്? 100 വർഷം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമല്ലേ? 1924 ആണ്. ഇനി അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 4 എന്ന് എഴുതിയിട്ട് ഒരു കെ ഇട്ട് വയ്ക്കുക, വൈക്കം ഓർക്കാൻ വേണ്ടി. നിങ്ങളുടെ നോട്ട്സിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ ഈ 4 എന്ന് എഴുതിയിട്ട് അതിനെ ഒരു ടെമ്പിൾ പോലെയൊക്കെ ആക്കി വരച്ചൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ വെക്കുക. അപ്പോൾ നമുക്ക് ഓർമ്മ വരും. വൈക്കം എന്ന് പറയുമ്പോൾ 24 ആണെന്ന് ഓർമ്മ വരും. ഇപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്. 2024 100 വർഷമായി എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ മാർച്ചിൽ 100 വർഷം പിന്നിട്ട കേരള ചരിത്രത്തിലെ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ്. ഇനിയും വൈക്കം സത്യാഗ്രഹത്തിനെ സംബന്ധിച്ച് PSC ചോദിച്ചേക്കാവുന്ന ചില ചോദ്യങ്ങളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ കറക്റ്റായിട്ട് വൈക്കം സത്യാഗ്രഹം എന്നാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ 1924 മാർച്ച് 30 എന്ന് പറയണം. മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 24-25 കാലയളവിലാണ് നടക്കുന്നത്. 1924-25 കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിൽ കൂടി അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. ഇതായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി ഇതിന് മുൻകൈ എടുത്തത് ആരാണ്? വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത നേതാവ് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം TK മാധവനാണ്. ഇനി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ, സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചത്? 24 മാർച്ച് 30 ആരംഭിക്കുമ്പോൾ ആദ്യം സത്യാഗ്രഹം ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്നൊരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ 3 പേര് 4 പേര് തന്നിട്ട് ഇവരിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ അല്ലാത്തതാര് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആ 3 പേരെ ഒന്ന് പഠിക്കാൻ പോവാം. ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാം. ഗോവിന്ദ പണിക്കർ നായർ സമുദായ അംഗമായിരുന്നു. ബാഹുലേയൻ, അദ്ദേഹം ഈഴവ സമുദായ അംഗമായിരുന്നു. കുഞ്ഞാപ്പി, അദ്ദേഹം പുലയ സമുദായ അംഗമായിരുന്നു. അപ്പോൾ ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ, കുഞ്ഞാപ്പി. ഗോബാക്കു എന്ന് ഓർക്കണം. ഗോബാക്കു ആണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ ഗോബാക്കു, ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ ആൻഡ് കുഞ്ഞാപ്പി, ഇവർ 3 പേരും ആയിരുന്നു. ഇനി വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് 1000 രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ശ്രീമൂലം തിരുനാൾ. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ജാഥ ഏതെന്ന് ചോദിച്ചാൽ സവർണ ജാഥകളാണ്. സവർണ ജാഥകളിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സവർണ ജാഥ നയിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത് 1924 നവംബർ 1-നാണ്. സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത് 1924 നവംബർ 1-നാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാണ്. ഇനി സുചീന്ദ്രത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ M.E. നായിഡു ആണ്. ഡോക്ടർ M.E. നായിഡു ആണ്. ഇനി വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 603 ദിവസം. 20 മാസക്കാലം നീണ്ടു നിന്നു വൈക്കം സത്യാഗ്രഹം. 603 ദിവസം. 1928-ലാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ വിളംബരമുണ്ടായത്. എന്നാണ് 1928-ലാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ചിറ്റയടത്ത് ശങ്കുപിള്ള. ഇനി ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1925-ആണ്. ഇത്രയും പോയിന്റ്സ് മിനിമം മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഏതാണ്? ഉത്തരം കതിരവനാണ്. കതിരവൻ്റെ സംവിധായകൻ അരുൺ രാജാണ്, നായകൻ മമ്മൂട്ടിയാണ്. ഇന്നലെ കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്നലത്തെ PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ ജനിച്ചു.
ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിതിനോടകം അറിയാമായിരിക്കും. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അയ്യങ്കാളിയെ പറ്റി തുടർന്ന് പഠിക്കാം. അയ്യങ്കാളിയുടെ ജനനം 1863 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കാളി എന്നാണ്. അദ്ദേഹം ജനിക്കുന്നത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അയ്യങ്കാളിയെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് നവോത്ഥാന നായകന്മാർ എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ കിട്ടും. സമയമുണ്ടെങ്കിൽ അതുകൂടി കാണുക. ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കേണ്ട, അത്യാവശ്യം പഠിച്ചു വെക്കേണ്ട ഡീറ്റെയിൽസിലൂടെ മാത്രം നമുക്ക് പോകാം. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. മഹാത്മാ, ആധുനിക ദളിതരുടെ പിതാവ്, അതുപോലെ പുലയ രാജാവ്, കേരള സ്പാട്ടക്കസ്, ആളിക്കത്തെ തീപ്പൊരി, കറുത്ത സൂര്യൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് E.K. നയനാരാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1893 അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തുന്നത്. 1893 അതുപോലെ 1905 അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കുടം സ്ഥാപിക്കുന്നുണ്ട്. 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു. 1911 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നു. 1912 അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. 1915 കല്ലുമാല ലഹള നടക്കുന്നത്. 1915 1937 ഗാന്ധിജി അയ്യങ്കാളിയെ കാണുന്നത്. 1937 ഇനി അദ്ദേഹം മരിക്കുന്നത് 1941 അദ്ദേഹത്തിൻ്റെ മരണം. 1941 ജൂൺ 18 അദ്ദേഹം അന്തരിക്കുന്നത്. 1863 ജനനം. ഓക്കെ, ഇനി രസകരമായിട്ട് നമുക്കൊരു കാര്യം പഠിച്ചു വയ്ക്കാം. കാരണം അയ്യങ്കാളിയെ പറ്റി പഠിക്കുമ്പോൾ വില്ലുവണ്ടി സമരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. വില്ലുവണ്ടി സമരവും നമുക്ക് അയ്യങ്കാളിയുടെ ജന്മദിനവും എങ്ങനെ ഓർത്തിരിക്കാം നോക്കാം. വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എന്നാണ് 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വില്ലുവണ്ടി എന്ന് എഴുതുകയാണ്. വില്ലുവണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്കറിയാം എന്തായാലും 1 തുടങ്ങുന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എന്തായാലും ആയിരിക്കുമല്ലോ. അപ്പോൾ 1 എന്ന് ആദ്യം എഴുതി. ഇനി വില്ല് വണ്ടി എന്ന് എഴുതുമ്പോൾ എത്ര വായുണ്ട്? 2 വായുണ്ട് അല്ലേ? വില്ല് വണ്ടി 2 വായുണ്ട്. അത് ഇതിൻ്റെ കൂടെ കൂട്ടുക. ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ 1 എന്നും 3 എന്നും നമുക്ക് കിട്ടി. ഇനി വില്ല് എന്ന് ഓർക്കുമ്പോൾ വില്ലിങ്ങനെ, ഇത് വില്ലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. വില്ല് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇനി അത് ബ്രേക്കായാൽ, ഒരു ഭാഗം ബ്രേക്കായാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബ്രേക്കായ വില്ലാണ് ഈ ഇരിക്കുന്നത്. ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് വലിയ ലോജിക്കൊന്നുമില്ല. അപ്പോൾ വില്ല് വണ്ടി എന്ന് എഴുതുമ്പോൾ 2 വാ വരുന്നുണ്ട്. അപ്പോൾ 1 2 കൂട്ടുമ്പോൾ 3, ഇതാണ് വില്ല്, ഇത് ഒടിഞ്ഞ വില്ല്. അപ്പോൾ 1893 എന്ത് വില്ല് വണ്ടി സമരം. ഇനി അദ്ദേഹം ജനിച്ചത് എളുപ്പമാണ്. 1863 ഓക്കെ, 1893 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. 1863 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഓർത്ത് വെച്ചാൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, 30ാമത്തെ വയസ്സിലാണ് വില്ലുവണ്ടി സമരം നടത്തുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. 1863 ജനിക്കുന്നു, 1893 വില്ലുവണ്ടി സമരം. ഓക്കെ, ഇനി 2002 അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം പഠിച്ചു വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ടോപ്പിക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. ബൈ.